വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന പ്ലസ് ടുവിന്റെ പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. ഇന്ന് 3 മണിക്ക് ആരാധനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാർ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആകാംക്ഷയോടെ കൂടി തന്നെയാണ് നോക്കിയിരിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം പ്ലസ് ടുവിന്റെ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വിജയ ശതമാനം എത്രമാത്രം ഉണ്ടാകും എന്നുള്ള ഒരു വലിയ ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും. കാരണം SLC പരീക്ഷയിൽ പോലും വിജയ ശതമാനങ്ങൾ കുറയ്ക്കുന്നു, ഫുൾ A പ്ലസുകൾ കുറയ്ക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ പ്ലസ് ടുവിന്റെ പരീക്ഷാഫലം എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് അറിയുവാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. പലരും പറയുന്നതനുസരിച്ച് വിജയ ശതമാനം ഇത്തവണ വീണ്ടും കുറയുവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അങ്ങേ തവണ 82 കഴിഞ്ഞ തവണ അത് 78 മാറി. പരീക്ഷകളും വാല്യുവേഷനും ഒക്കെ ടൈറ്റ് ആയിരുന്നു. ഡബിൾ വാല്യുവേഷനുള്ള സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. ഡബിൾ വാല്യുവേഷനുള്ള സബ്ജക്റ്റുകൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ പ്രയാസമായി നമുക്കറിയാം. കെമിസ്ട്രി, ഫിസിക്സ് പരീക്ഷകൾ കഴിഞ്ഞ വിദ്യാർത്ഥികൾ നിറകണ്ണുകളോടുകൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായ ചോദ്യങ്ങൾ വിദ്യാർത്ഥികളെ വലച്ചിട്ടുണ്ട്. എന്നാൽ വാല്യുവേഷൻ അത്ര ലിബറൽ ആയിരുന്നില്ല. കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും ഒക്കെ ഡബിൾ വാല്യുവേഷൻ കൃത്യമായ ഗൗരവത്തോടു കൂടി തന്നെ നോക്കിക്കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഹയർ സെക്കൻഡറിയുടെ പരീക്ഷാഫലം പുറത്തു വരുമ്പോൾ ഫുൾ A പ്ലസുകളുടെ എണ്ണം കഴിഞ്ഞ തവണത്തെ 39,000 എന്ന് പറയുന്ന ഫുൾ A പ്ലസുകൾ കവർ ചെയ്യുമോ, കഴിഞ്ഞ തവണത്തെ 78% എന്ന് പറയുന്ന വിജയ ശതമാനം എങ്ങനെ ഉണ്ടാകും എന്നുള്ള ആ ഒരു ആകാംക്ഷയിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി ഫലം പ്രഖ്യാപിക്കും. 4 മണിയോടെ സൈറ്റിൽ അറിയാം. വിജയ ശതമാനം കുറയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പലരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഫുൾ A പ്ലസുകളുടെ എണ്ണവും കാര്യമായ കുറവ് ഇത്തവണ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് അടക്കമുള്ളവരിൽ വിദ്യാർത്ഥികൾ അക്കൗണ്ടൻസിയും എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ വലച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വാല്യുവേഷൻ ലിബറൽ ആയിരുന്നില്ല, ടൈറ്റ് വാല്യുവേഷൻ തന്നെയായിരുന്നു. പരീക്ഷകൾ പ്രയാസമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ റിസൾട്ടിനെ എങ്ങനെ ബാധിക്കും ഇത് എന്നറിയുവാൻ എല്ലാവരും കാത്തിരിക്കുക. ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ്. ബൈ.